പറഞ്ഞു കേട്ട ഒരു കഥ പറയാം. ഒരിക്കൽ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ വളരെയധികം വിഷമത്തോടെ ഇപ്രകാരം എഴുതി. കഴിഞ്ഞ വർഷം എനിക്കൊരു വലിയ സർജറി വേണ്ടി വന്നു. മാസങ്ങളോളം ഞാൻ കട്ടിലിൽ ഒരേ കിടപ്പായിരുന്നു. അതേ വർഷം ഞാൻ ജോലിയിൽ നിന്നും വിരമിച്ചു. ഇത്രയും വർഷം ജോലി ചെയ്ത സ്ഥലം എന്നേക്കുമായി എനിക്ക് നഷ്ടമായി. കൂടെ ഒരു പറ്റം നല്ല സുഹൃത്തുക്കളെയും. ആ വർഷം തന്നെ എൻ്റെ അമ്മ മരണപ്പെട്ടു. പണ്ടേ അച്ഛനെ നഷ്ടപ്പെട്ട എനിക്ക് അമ്മയുടെ മരണം വലിയൊരടിയായി. കൂടാതെ എൻ്റെ മകൻ ഒരു കാർ അപകടത്തിൽപ്പെട്ടു. ആ കാറിൻ്റെ പണി കൂടി കഴിഞ്ഞപ്പോൾ കയ്യിലിരുന്ന പൈസയ്ക്കും തീരുമാനമായി. ഇത്രയും ശപിക്കപ്പെട്ട ഒരു വർഷം ഇനി ഒരിക്കലും വരാതിരിക്കട്ടെ. അദ്ദേഹം വിഷണ്ണനായി ഇരിക്കുന്നത് കണ്ട് മുറിയിലേക്ക് കടന്നു വന്ന ഭാര്യ അദ്ദേഹം എഴുതിയത് വായിച്ചു. മെല്ലെ അവർ അവിടുന്ന് പോയി. കുറച്ചു കഴിഞ്ഞ് അവർ ഒരു കുറിപ്പ് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് വെച്ചു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: എൻ്റെ ഭർത്താവിനെ വർഷങ്ങളായി അലട്ടിയിരുന്ന വയറുവേദനയ്ക്ക് കഴിഞ്ഞ വർഷം എന്നേക്കുമായി അറുതിയുണ്ടായി. ദൈവാനുഗ്രഹത്താൽ സർജറിക്ക് ശേഷം നടത്തിയ ബയോപ്സി ടെസ്റ്റിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അതേ വർഷം തന്നെ എൻ്റെ ഭർത്താവ് പൂർണ്ണ ആരോഗ്യത്തോടെ ജോലിയിൽ നിന്നും വിരമിച്ചു. അദ്ദേഹത്തിന് ഇത്രയും വർഷം കുടുംബം നോക്കി നടത്താനും ഭാവിയിലേക്ക് കരുതാനുമുള്ള വഴി ആ ജോലിയിലൂടെ നൽകിയ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. ഇനി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തിലേക്ക് പൂർണ്ണമായും തിരിയാൻ പറ്റുമെന്നതിലും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിയുമെന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ അസുഖബാധിതയായ അദ്ദേഹത്തിൻ്റെ അമ്മ അധികം കിടന്ന് വേദനിക്കാതെ മരണപ്പെട്ടു. അതിലും അത്ഭുതമായത് ഞങ്ങളുടെ മകൻ ഒരു വലിയ കാർ അപകടത്തിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടതാണ്. അപകടത്തിന് ശേഷം ആ കാർ കണ്ടവർക്ക് അവൻ രക്ഷപ്പെട്ടു എന്നത് അവിശ്വസനീയമായിരുന്നു. കഴിഞ്ഞുപോയത് ദൈവത്തിൻ്റെ അസാധാരണ സാന്നിധ്യവും അനുഗ്രഹവും ലഭിച്ച ഒരു വർഷമായിരുന്നു. തികഞ്ഞ നന്ദിയോടും അതിശയത്തോടും പ്രാർത്ഥനയോടും ഞങ്ങൾ അതിന്നും ഓർക്കുന്നു. കുറിപ്പ് വായിച്ച അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പുതിയൊരു ഉൾക്കാഴ്ച ആ വർഷത്തിന് നൽകിയ ഭാര്യയുടെ അക്ഷരങ്ങളിലേക്ക് അദ്ദേഹം വീണ്ടും വീണ്ടും നോക്കി. ഒരേ സംഭവത്തിൻ്റെ വ്യത്യസ്തമായ വീക്ഷണം അദ്ദേഹത്തെ സന്തോഷവാനാക്കി. ഓർക്കുക, ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നാം ചിന്തിക്കുന്നതെല്ലാം അതേപടി ശരിയാകണമെന്നില്ല. അതേ കാര്യം മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നണമെന്നുമില്ല. ചിന്തകൾ ഭാരമാകുമ്പോൾ അതിൽ വേണ്ടപ്പെട്ടവരുടെ വീക്ഷണം കൂടി ആരായുന്നതും പ്രയോഗിക്കുന്നതും എന്തുകൊണ്ടും അഭികാമ്യമായിരിക്കും. ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ നമ്മുടെ കാഴ്ചപ്പാടുകളെയും ഒന്ന് മാറി ചിന്തിക്കാൻ ശ്രമിക്കാം. പല പ്രശ്നങ്ങൾക്കുമുള്ള പ്രധാന കാരണം ആ പ്രശ്നങ്ങളിലേക്കുള്ള നമ്മുടെ വീക്ഷണമാണെന്നത് തിരിച്ചറിയുക. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഏറുമ്പോൾ ജീവിതത്തോടുള്ള വിരക്തി മാറ്റിവെച്ച് എന്തിനേയും ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടിൽ കാണാൻ നമുക്ക് ശ്രമിക്കാം.